So hello guys, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അമേരിക്കൻ മസിൽ കാർ ആയിട്ടുള്ള ഫോർഡ് മസ്താങ്ങിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത വണ്ടിപ്രാന്തന്മാർ ആരും കാണില്ല. സോ ഫോർഡ് മസ്താങ്ങുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം, അതായത് ജൂൺ 2024 നമ്മുടെ ബോൾട്ട് ഒരു TWS ഇയർഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ TWS ഇയർഫോൺസ് ലോഞ്ച് ആയതിനു ശേഷം വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. അതുപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 30,000+ റിവ്യൂസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയത്. സോ അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. സോ അതിൻ്റെ തന്നെ നെക്സ്റ്റ് പതിപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്രാവശ്യം TWS ഇയർഫോൺസ് മാത്രമല്ല, ഒരു ഹെഡ്ഫോൺസ് കൂടി വരുന്നുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ 3 പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തേത് ബോൾട്ടിൻ്റെ മസ്താങ് ടോർക്ക് എന്ന് പറയുന്ന TWS ഇയർഫോൺസ്, രണ്ടാമത്തേത് ബോൾട്ടിൻ്റെ മസ്താങ് ഡയനോ എന്ന് പറയുന്ന TWS ഇയർഫോൺസ്, മൂന്നാമത്തേത് ബോൾട്ട് മസ്താങ് Q എന്ന് പറയുന്ന ഹെഡ്ഫോൺസ്. സോ ഇങ്ങനെ 3 പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സോ ഈ 3 പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ആദ്യമേ തന്നെ നമ്മുടെ 2 TWS ഇയർഫോൺസും അങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. സോ ഇങ്ങനെ ഒരു കളർഫുൾ പാക്കേജിങ്ങിലാണ് നമ്മുടെ TWS ഇയർഫോൺസ് വരുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് നമ്മുടെ TWS ഇയർഫോൺസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തായിട്ട് ബോൾട്ടിൻ്റെ മസ്താങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. സൈഡിലായിട്ട് പോണി ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ലൈറ്റ്നിങ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൂമെക്സ് ടെക്നോളജി, ബാസ് ഡ്രൈവേഴ്സ്, മോഡ്സിംഗ് LEDs ഇങ്ങനെയുള്ള സകലമാന സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർഡിൻ്റെ 3D ഹോളോഗ്രാം ലോഗോ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നാണ്. ഇനി നമ്മുടെ ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഉള്ളിലായിട്ട് ഒബ്വിയസ്ലി നമ്മുടെ TWS ഇയർഫോൺസ് കാണാൻ പറ്റും. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയുള്ള Type-C കേബിൾ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ പെയർസ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഫോർഡ് മസ്താങ്ങിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. സോ ആദ്യമേ തന്നെ നമ്മുടെ ബോൾട്ട് മസ്താങ് ടോർക്ക് എന്ന് പറയുന്ന TWS ഇയർഫോൺസ് കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫീൽ ആവുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മസ്താങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. അതിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർഡ് മസ്താങ്ങിൻ്റെ റേസിംഗ് സ്ട്രൈപ്പ് ലയൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോണി ലോഗോയും കാണാൻ പറ്റും. പിന്നെ ബോൾട്ടിൻ്റെ തന്നെ ബ്രാൻഡിങ്ങും കാണാൻ പറ്റും. ഇനി പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ചാർജിങ്ങിന് വേണ്ടി നമ്മുടെ ഫോർഡ് മസ്താങ്ങിൻ്റെ എക്സോസ്റ്റ് പോലെ തന്നെ 2 Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസ്താങ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഞ്ചിൻ റബ്ബിംഗ് സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഇതേ സൗണ്ട് തന്നെ കേൾക്കാൻ സാധിക്കും. കേസിനുള്ളിലായിട്ട് നമുക്ക് LED ലൈറ്റിംഗ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇയർബഡ്സും ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇയർബഡ്സ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മസ്താങ്ങിൻ്റെ റേസിംഗ് സ്ട്രൈപ്പ് ലൈൻസ് നമുക്ക് അവിടെ ആയിട്ടും കാണാൻ പറ്റും. പിന്നെ മസ്താങ്ങിൻ്റെ ബാഡ്ജിങ്ങും നമ്മുടെ ഇയർബഡ്സിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും ഒപ്പം തന്നെ അവിടെയാണ് ടച്ച് കൺട്രോൾസും വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇന്നർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. ഇനി നമ്മുടെ ബോൾട്ട് മസ്താങ് ഡയനോ എന്ന് പറയുന്ന TWS ഇയർഫോൺസ് കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫീൽ ആകുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് LED ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് മസ്താങ്ങിൻ്റെ ബാഡ്ജിങ്ങും ബോൾട്ടിൻ്റെ ബാഡ്ജിങ്ങും ഒപ്പം തന്നെ പോണി ലോഗോയും അതുപോലെ തന്നെ മസ്താങ്ങിൻ്റെ റേസിംഗ് സ്ട്രൈപ്സും നമുക്ക് കാണാൻ പറ്റും. പുറകു വശത്തായിട്ട് നമുക്ക് ഫോർഡ് മസ്താങ് കാറിൻ്റെ ആ ഒരു എക്സോസ്റ്റ് പോലെ തന്നെ Type-C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫോർഡ് മസ്താങ് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എഞ്ചിൻ റബ്ബിംഗ് സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ വേറെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഇതേ സെയിം സൗണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഉള്ളിലായിട്ട് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു ഇന്നർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇയർബഡ്സിൻ്റെ സ്റ്റെമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മസ്താങ്ങിൻ്റെ ആ ഒരു റേസിംഗ് സ്ട്രൈപ്പ് ലൈൻസ് കാണാൻ പറ്റും. പിന്നെ പോണി ലോഗോയും മസ്താങ്ങിൻ്റെ ബാഡ്ജിങ്ങും കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അവിടെ തന്നെയാണ് ടച്ച് കൺട്രോൾസും വരുന്നത്. ഇനി 2 TWS ഇയർഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 TWS ഇയർഫോൺസിലും 13mm ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. ഒപ്പം തന്നെ ബൂമെക്സ് ടെക്നോളജിയും ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫോർഡ് മസ്താങ് കാറിൻ്റെ പവർ പോലെ തന്നെ ബാസ് ഫ്യൂൾഡ് ഓഡിയോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റിയുടെ ഫീച്ചർ വരുന്നുണ്ട്. ഒപ്പം തന്നെ ബോൾട്ട് ആംപ് ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻസും ഒപ്പം തന്നെ മറ്റ് പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമായിട്ട് നമുക്ക് ഇക്വലൈസേഴ്സ് സെറ്റ് ചെയ്യാനും ഒപ്പം തന്നെ പ്രിസെറ്റ് ഇക്വലൈസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇനി 2 TWS ഇയർഫോൺസിൽ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസ്താങ് കാറിൻ്റെ സ്പീഡ് പോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇവിടെ വരുന്നുണ്ട്. അതായത് വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 100 മിനിറ്റിൻ്റെ പ്ലേ ടൈം കിട്ടും. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. ഒപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലിങ്ക് ആൻഡ് പെയർ ടെക്നോളജിയും വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് TWS ഇയർഫോൺസ് ആണ്. സോ നമ്മുടെ മസ്താങ് കാറിൻ്റെ സ്പീഡ് പോലെ തന്നെ ലോ ലേറ്റൻസിക്ക് വേണ്ടി 45 ms അൾട്രാ ലോ ലേറ്റൻസി തരുന്ന കോമ്പാക്ട് ഗെയിമിംഗ് മോഡും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് TWS ഇയർഫോൺസിലും ക്രിസ്റ്റൽ ക്ലിയർ കോൾ ക്വാളിറ്റിക്ക് വേണ്ടി ഓരോ ഇയർബഡ്സിലെ 2 മൈക്രോഫോൺ വെച്ച് മൊത്തത്തിൽ ക്വാഡ് മൈക്കാണ് വരുന്നത്. അതുപോലെ ENC ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോൾട്ടിൻ്റെ സെൻ മോഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് ലഭിക്കുന്നത്. സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ IPXY റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ മോഡ് സിങ്ക് LEDസും വരുന്നുണ്ട്. ഇനി നമ്മുടെ ബോൾട്ട് മസ്താങ് Q എന്ന് പറയുന്ന ഹെഡ്ഫോൺസിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കുവാണെങ്കിൽ ഇങ്ങനൊരു കളർഫുൾ പാക്കേജിങ്ങിലാണ് നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഹെഡ്ഫോൺസിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ബോൾട്ടിൻ്റെ മസ്താങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് പോണി ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബൂമെക്സ് ടെക്നോളജി, ബാസ് ഡ്രൈവേഴ്സ്, ലോങ് ബാറ്ററി ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ EQs, ഹൈ ഫെഡിലിറ്റി അക്കോസ്റ്റിക്സ്, ENC ഇങ്ങനെയുള്ള സകലമായ സ്പെസിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ള ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലായിട്ട് ഒബ്വിയസ്ലി നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നുണ്ട്. പിന്നെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊരു പൗച്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടി Type C കേബിൾ വരുന്നുണ്ട്. അതുപോലെ ഒരു ഓക്സ് കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ ബോൾട്ട് മസ്താങ് Q എന്ന് പറയുന്ന ഹെഡ്ഫോൺസ് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പോണി ലോഗോ കാണാൻ പറ്റും, മസ്താങ്ങിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും, ബോൾട്ടിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഒപ്പം തന്നെ GTയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ മസ്താങ്ങിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് ബോൾട്ടിൻ്റെ ബാഡ്ജിങ്ങും കാണാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ഫോർഡ് മസ്താങ് ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ വശത്തായിട്ട് നമുക്ക് മസ്താങ്ങിൻ്റെ വലിയൊരു ബാഡ്ജിങ്ങും കാണാൻ പറ്റും. ഇനി ഹെഡ്ഫോൺസിൻ്റെ താഴ്വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ബാസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ പറ്റും. ഇത് ആക്ച്വലി EQ മോഡ്സ് സെലക്ട് ചെയ്യാനുള്ള ബട്ടനാണ്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ 3.5 mm ജാക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കൂടെ കിട്ടിയ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു വയർഡ് ഹെഡ്ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്ലേ ആൻഡ് പോസ് ബട്ടൺ. പിന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കും. ഇനി ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ മുകളിലായിട്ട് നല്ല കുഷനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇയർ കപ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മസ്താങ് കാറിൻ്റെ സീറ്റ് പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫോൾഡബിൾ ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഫോൾഡ് ചെയ്ത് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമ്മുടെ തലയുടെ സൈസിനനുസരിച്ച് വളരെ ഈസി ആയിട്ട് ഇത് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി ഹെഡ്ഫോൺസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 40 mm ബാസ് ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ബൂമെക്സ് ടെക്നോളജിയും വരുന്നുണ്ട്. പിന്നീട് 4 EQ മോഡ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ മസ്താങ്ങിൻ്റെ പവർ പോലെ തന്നെ നമുക്ക് ബാസ് ഫ്യൂൾഡ് സൗണ്ട് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 10 മീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഹെഡ്ഫോൺസ് ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മസ്താങ് കാറിൻ്റെ സ്പീഡ് പോലെ തന്നെ ലോ ലേറ്റൻസിക്ക് വേണ്ടി 60 ms അൾട്രാ ലോ ലേറ്റൻസി തരുന്ന ഗെയിമിംഗ് മോഡും കൊടുത്തിട്ടുണ്ട്. ഇനി നോയ്സ് ഫ്രീ കോളിങ്ങിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ENC സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സിംഗിൾ ചാർജിൽ തന്നെ 70 hours പ്ലേ ടൈം ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒപ്പം തന്നെ മസ്താങ്ങിൻ്റെ സ്പീഡ് പോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 10 മണിക്കൂറിൻ്റെ പ്ലേ ടൈം ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോൾ എക്സ്ബാസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട EQ മോഡ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഡിവൈസിലും നമുക്ക് ഈ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി 3 പ്രോഡക്റ്റിൻ്റെയും പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഞാൻ താഴെയായിട്ട് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ 3 പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തേക്കാം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.